സർ, നിലമ്പൂരിൽ നമുക്കറിയാം വലതും ഇടതും മതസംഘടനകളെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇപ്പോൾ ഒരു വാർത്ത കിട്ടിയിരിക്കുന്നത്, ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് സംഘർഷം സൃഷ്ടിച്ച് മതവികാരം ആളിക്കത്തിക്കാൻ നിരോധിതമായിട്ടുള്ള ചില ഭീകര സംഘടനകൾ അതിനായി ശ്രമിക്കുന്നു എന്നുള്ളൊരു വാർത്ത. ഇതിൻ്റെ വാസ്തവം എന്താണ്? മിക്കവാറും നരേന്ദ്രമോദി ഉണ്ടല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയില്ലേ, അതുപോലൊരു ഓപ്പറേഷൻ കേരളത്തിൽ നടത്തും വൈകാതെ. കാരണം ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടത് വലത് മുന്നണികൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സംഘടനയാണ്. അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്നല്ലേ പാടിയത്. എന്തോ ഇത് ചില്ലറ കളിയാണ് ഇത്. എന്തു ആകാവുന്നു? പാവം പിടിച്ച ഒരു കോളേജ് അധ്യാപകൻ്റെ കൈ വെട്ടിയില്ലേ? ആ കൈ വെട്ടിയ ഉടനെ പിന്നെ ആ ജോസഫ് മാഷിനെ കുറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ആര്, MA ബേബി എന്താണ് പറഞ്ഞത്? എന്തൊരു മണ്ടനായി പോയി എന്ന അധ്യാപകൻ എന്ന് പറഞ്ഞതാണ് MA ബേബി. അപ്പോൾ മനസ്സിലാക്കണം, MA ബേബി ആരെയാണ് ന്യായീകരിച്ചത്? ഈ പോപ്പുലർ ഫ്രണ്ടിനെ അല്ലേ ന്യായീകരിച്ചത്? ഈ അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ എന്ന ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യണം, ഏറ്റവും വലിയ ക്രിമിനൽ സ്വഭാവമാണ് ഇവരിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞ കോടതി അറസ്റ്റ് ചെയ്യാൻ പിന്നെയും മടി കാണിച്ചു. അറിയാമോ? വോട്ടുണ്ടേ ഇവരുടെയൊക്കെ, ഈ വോട്ട് ബാങ്കിലാണ് ഇവരുടെ എല്ലാം കണ്ണെന്നുള്ളതാണ്. ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇടുന്നത്? നിലമ്പൂരിലെ വോട്ട് ജമാഅത്തെ ഇസ്ലാമി, PDP, വെൽഫെയർ പാർട്ടി, ഇവരുടെ എല്ലാ വോട്ട് ഓരോ വിഭാഗക്കാരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മദനി എന്ന് പറയുന്ന കർണാടക കോടതി ജയിലിൽ അടച്ചിരിക്കുന്ന മദനിയെ പൊക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടല്ലോ ഇവർ CPMകാർ. പിണറായി വിജയൻ തന്നെ, പിണറായി അവസരത്തിന് തുയരുന്നതല്ലേ, മുസ്ലിം വിഭാഗത്തിലെ വോട്ട് ഏത് തരത്തിൽ സമാഹരിക്കാമെന്ന് നോക്കി നടക്കുകയാണ്. മരുമകൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്, അതിലൂടെ വോട്ടും സമാഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ആലപ്പുഴയിൽ ഇവർ കൂടുതലാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തി. അതാണ് വലിയ ശക്തി പ്രകടനമല്ലേ അന്ന് നടന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞു. അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ തന്നെ ജപ്തി ചെയ്തു, അവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. പക്ഷെ ഇവർക്ക് പിന്നീടും പണം ഇങ്ങോട്ടേക്ക് ഒഴുകുന്നുണ്ട്. എവിടേക്ക് പോകുന്നു? ഇത് SDPI എന്ന് പറയുന്ന അംഗീകൃത രാഷ്ട്രീയ പാർട്ടി. അതാണ് കുഴപ്പം പറ്റിയത്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെയൊക്കെയാണല്ലോ പിടിച്ച് കൽത്തുറുങ്കിലാക്കിയത്. അണികളുണ്ട്, അത് മുഴുവൻ SDPIയിലോട്ട് പോയി. ഈ SDPIയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവർക്കും അത് ആ SDPIയുടെ ബാനറിൽ നിന്നുകൊണ്ട് ഇവർ വീണ്ടും തഴച്ചു വളരുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ കാലിലെ മന്തെടുത്ത് വലത്തെ കാലിലോട്ട് വെച്ചിരിക്കുന്നു. SDPI ആയാലും പോപ്പുലർ ഫ്രണ്ടും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇവർക്ക് ഈ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇപ്പം നിരോധിക്കുന്നതിന് ചില കാര്യങ്ങൾ കുടിച്ചു തീർക്കണം. വലിയ ഭീകരമായ പ്രവർത്തന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിരോധിക്കുന്നതിനൊന്നും ഒരു മടിയുമില്ല. ഇപ്പോൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ളൊരു ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ എന്താണ് 2047 ഇന്ത്യ മഹാരാജ്യം ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാം നീക്കം. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ അധ്വാനം ഇക്കാര്യത്തിൽ ഉണ്ടെന്നുള്ളതാണ്. എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കൊന്നത് ആര്? ഈ CPMകാർ SFIക്കാരും ഒക്കെ കൂട്ടു നിൽക്കുന്നില്ലേ? ഇവരല്ലേ, പോപ്പുലർ ഫ്രണ്ടല്ലേ? ഏതെങ്കിലും പ്രതികളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം നമ്മളത് മനസ്സിലാക്കണം. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴോ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വിലാപം കേൾക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ വിലപിച്ചത്? ഇവരുടെയൊക്കെ വോട്ട് അതിനുവേണ്ടി തന്നെയാണ് വിലപിച്ചത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല, നരേന്ദ്രമോദിയുടെ മതഭീകരതയാണ്, ഫാസിസമാണ്, ഭരണകൂട ഭീകരതയാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടന്നത് ഇവർ. അത്രയ്ക്ക് കൊടിയ വിപത്ത് സൃഷ്ടിക്കാൻ പോകുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഇനിയിപ്പോൾ ഇവർ മുമ്പോട്ട് കാണുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ SDPI ചില പഞ്ചായത്തുകളിൽ സീറ്റുണ്ട് അവർക്ക്.
തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പിന്നെ കിളിമാനൂർ ഭാഗത്താണ് ചില പഞ്ചായത്തുകളിൽ ഇവർക്ക് സീറ്റ് കിട്ടും. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാണ് അവർക്ക് സീറ്റ് കിട്ടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്പോഴത്തെ വളർച്ച SDPIയിലൂടെയാണെന്നുള്ളതാണ്. ഇവരെ മുഴുവൻ എന്ത് ചെയ്യും? സംരക്ഷിച്ചു കൊണ്ടുവരും, ഭരിക്കുന്നവരായാലും പ്രതിപക്ഷമായാലും. എന്നിട്ട് എന്താണ്? ഇത് വോട്ട് ബാങ്കിന് ഉപയോഗിക്കണം. നിലമ്പൂരിൽ എന്താ കാണുന്നത്? നിലമ്പൂരിൽ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്കും PDPക്കും വേണ്ടിയിട്ടുള്ള വടംവലിയല്ല നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ്. അവരെ ശുദ്ധീകരിച്ചെടുത്തിരിക്കുക. തുടങ്ങിയത് മുതൽ അവലും മലരും കുന്തിരിക്കാൻ തുടങ്ങിയ ഒരു കൊച്ചുകുട്ടിയാണ് മറ്റൊരു ആളുടെ പുറത്ത് ഇരുന്നുകൊണ്ട് വിളിച്ചു കൂവിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും PFIയുടെ വിദ്യാർത്ഥി സംഘടനയൊക്കെ നിരോധിച്ചിരിക്കുകയാണ്, SDPIയുടെ അതേപോലെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആലപ്പുഴ മണ്ണാഞ്ചേരി സർക്കാർ സ്കൂളിലാണ് SDPIക്കാർ ഒരു പാർട്ടി പതാക മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെ പതാകയ്ക്കൊപ്പം ഉയർത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു മണ്ണാഞ്ചേരി സ്കൂളിൽ ഈ ഒരു സംഘടനയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്കൂളാണിത്. അപ്പോൾ സ്കൂളിലാണ് സാറിന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ സംഭവം ഇത് വിവാദമായതോടെ പോലീസ് പിന്നെ ആ കൊടിയൊക്കെ നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരോധിതമായിട്ടുള്ള ഒരു സംഘടന അത് സ്കൂളുകളിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ അവർക്ക് അത്രത്തോളം ഒരു സ്വാധീനം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ കുട്ടികളുടെ ഇടയിലേക്ക് ഈ ഒരു മത ഭീകരവാദം വളർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുണ്ട്. അത് ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ ഈ ഒരു സംഗതി നടന്നപ്പോൾ തന്നെ നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സംസ്ഥാനം ഗൗരവതരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. അന്ന് സ്കൂളുകളിലൂടെ ഇപ്പൊ ആ കുട്ടിയെ തോളത്തിരുത്തിയാണല്ലോ മുദ്രാവാക്യം വിളിച്ചത്. അതുപോലെ തന്നെ പ്രധാനമാണ് സ്കൂളുകളിൽ ഇവരെ ഒരു സമാധാന അന്തരീക്ഷം, മറ്റ് വിഭാഗത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഒരു മതേതര സ്വഭാവത്തോടു കൂടി വരുന്ന കുട്ടികൾ, അവർക്ക് സ്വൈര്യമായിരുന്ന് പഠിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവരുണ്ടാക്കുമെന്നുള്ളതാണ്. കാരണം ഇവരിലേക്ക് ഈ മറ്റു കുട്ടികളിലേക്ക് ചിലപ്പോൾ കുത്തി നിറയ്ക്കുന്നത് ഈ ഒരു മതഭീകരതയായിരിക്കും കുത്തി നിറയ്ക്കുന്നത്. അതുപോലെ മതവൈര്യം ഇവരൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് ഈ ആലപ്പുഴയുടെ മണ്ണെന്ന് പറയുന്നത് ഇവർക്ക് ഈ മത തീവ്രവാദികളുടെ ഒരു ഇടമാക്കി മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആരിഫിൻ്റെ വിജയത്തിന് ഉള്ളതെന്ന് പറയുന്നത് പോലെ ഇവരുടെയൊക്കെ 10 വോട്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് അവരെയും സംരക്ഷിക്കണം. ഇപ്പം നിലമ്പൂരിൽ നമ്മൾ കാണുന്നത് ഇതാണ്. നിലമ്പൂരിലെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കാം, തെറ്റില്ല എന്ന് VD സതീശൻ പറയുന്നു, കോൺഗ്രസ്സുകാർ പറയുന്നു. ഇതേ അവസരത്തിൽ PDP ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള സ്വഭാവമല്ല PDPക്ക് എന്നും പറഞ്ഞ് PDPയെ ഇപ്പോൾ എടുത്ത് തോളിലേറ്റിയിരിക്കുകയാണ് MV ഗോവിന്ദനും. ഈ സ്കൂളിൽ ഈ ഒരു പതാക ഉയർത്തിയല്ലോ, ഇവരുടെ ഈ ഒരു കൊടി ഉയർത്തിയല്ലോ, അതിന് ഒരാഴ്ച മുമ്പ് നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്നും SDPIയുടെ ഒരു വിഭാഗം ആൾക്കാർ, ഒരു സംഘം രഹസ്യമായ ആലപ്പുഴയിൽ തമ്പടിച്ചിരുന്നു. അപ്പോൾ ഒരാഴ്ച മുമ്പ് ഇവർ തമ്പടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഒരു പക്ഷേ അതൊരു മറ്റൊരു കലാപത്തിലൊന്ന് സ്കൂളാണെന്നും കൂടി ചിന്തിക്കണം. അതെന്തായാലും പോലീസ് ഇടപെട്ടത് നിലവിൽ അവിടെ ഒരു ശാന്തത ഉണ്ട് എങ്കിലും ഇത്തരത്തിൽ ഇവിടുന്ന് തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരു സംഘം അവിടെ തമ്പടിച്ചതിന് ശേഷമാണ് അവർ ആ സ്കൂളിൽ ആ ഒരു കൊടി ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ സ്കൂളുകളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മത വർഗീയതയൊക്കെ കൊണ്ടുവന്ന് വരുമ്പോൾ എത്രമാത്രം അത് മറ്റുള്ള കുട്ടികളെ ബാധിക്കാറുണ്ട്. വരും തലമുറയാണ് നമ്മൾ കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ട, സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്കല്ലേ പോകുന്നത്. അല്ല, ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് ആയാലും SDPI ആയാലും ഇവർക്ക് പ്രത്യേകിച്ച് വളരെ സംഘടിതമായിട്ട് വളരെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു പോകാൻ കഴിയും. ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് പോലും ഇവരൊക്കെ തന്നെ അതിൻ്റെ അണികളും അതിൻ്റെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരും ഒക്കെ ഇപ്പോഴും രഹസ്യ യോഗങ്ങൾ നടത്തുന്നുണ്ട്. സാറിൻ്റെ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ സ്കൂൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇപ്പം നിലവിലുണ്ടോ എന്നുള്ളത്, കോളേജിലുണ്ട് രാഷ്ട്രീയം, സ്കൂൾ രാഷ്ട്രീയം അധികം ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. ആ സ്കൂൾ രാഷ്ട്രീയത്തിൽ ഞാൻ പണ്ട് SFI സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിൽ ഈ രാഷ്ട്രീയം എന്താ, മതം എന്താ, ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെ വേർതിരിവുണ്ട്, വർഗീയതയുണ്ട്, നമ്മളെല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, ഞാൻ SFI സ്ഥാനാർത്ഥി KSUവിൻ്റെ ആൾക്കാരും എന്നെ വന്ന് വിളിച്ചു. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പഠിക്കുന്നതല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് വിളിക്കുമ്പം ഞാൻ ചിന്തിക്കുന്നത് ആ ചേട്ടൻ, അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പം എനിക്ക് മുട്ടായി വാങ്ങിച്ചു തരുന്നു, അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്നു, ബുക്ക് കൊണ്ടുവന്ന് വെക്കുക.
അപ്പോൾ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലെ SFIയുടെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ SFIക്കാർ എനിക്ക് പൊതുവേ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല ചേട്ടന്മാർ, നല്ല നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള, എന്നാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കാം. അല്ലാതെ ഒരു സ്വയം നമുക്ക് ബോധത്തോടല്ല ഈ രാഷ്ട്രീയ പാർട്ടിയിലോട്ടോ പോകുന്നത്. വളർന്നു വരുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ബോധം. അപ്പോൾ അതുപോലെ ഞാനത് പറയാൻ കാരണം എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് തോന്നിയൊരു, അപ്പോൾ ഈ ഒരു മതസംഘടനകൾ ഈ കുട്ടികളിലേക്ക് ഇവർക്കറിയില്ല, ഈ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കറിയില്ല എന്തിനും തയ്യാറായി ചേട്ടന്മാരും ചേച്ചിമാരും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ബലം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വേറെ ഒരുത്തൻ നമ്മളെ ഞോണ്ടി, അല്ലെങ്കിൽ ഒരു സാറ് നമ്മളെ ഇതാക്കി, അല്ലെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിലെ കൊച്ചു നമ്മളെ ഒന്ന് മാന്തി, ഇതിനൊക്കെയാണ് ചേട്ടന്മാരും ചേച്ചിമാരും ഇത്തരത്തിലുള്ള സംഘടനകൾ പുറകെ നിൽക്കുന്നത്. ആ ചേച്ചിയോട് പറഞ്ഞാൽ അവനെ ഇട്ട് 2 കൊടുക്കും, ചേട്ടനോട് പറഞ്ഞാൽ 2 ഇട്ട് കൊടുക്കും. ഇതാണ് പൊതുവേ സ്കൂൾ രാഷ്ട്രീയം വരുന്നത്. അല്ലാതെ അവർക്ക് ഈ രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങളും നിലപാടുകളും ഒന്നും മനസ്സിലാക്കിയല്ല കൊച്ചുകുട്ടികൾ ഈ മതസംഘടനകളിലും രാഷ്ട്രീയ പാർട്ടിയിലും പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വർഗീയ വിഷയം ഏറ്റവും അധികം കൊച്ചുകുട്ടികളിലേക്ക് ഇറക്കുന്ന അവിടുന്ന് തുടങ്ങുവാണ് അവൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്, അവൻ്റെ മതവർഗീയ ജീവിതം എന്ന് പറയുന്നത്. അത് ഈ ഇപ്പോൾ തുടക്കത്തിലേ അത് ഞെരിച്ച് കളഞ്ഞില്ലെങ്കിൽ വലിയൊരു നമ്മുടെ തലമുറ, നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കോളേജ് ക്യാമ്പസുകളിലുണ്ടായ കൊലപാതകങ്ങൾ നഷ്ടപ്പെടുന്നത് രക്ഷകർത്താക്കൾക്കാണ്, അല്ലേ? ഇതിനകത്ത് ഇവര് വലിയ മതസ്പർദ്ധയുണ്ടാക്കും. ഈ SDP ഒക്കെ മറ്റ് കുട്ടികളിലേക്ക് കൂടി അവർ വ്യക്തമായ രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, മറ്റുള്ളവർ നിൽക്കുന്നതെങ്കിലും അവരിലേക്ക് ഇത് കുത്തിവെക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ടെന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.